നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ പോർച്ചുഗൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വിജയിച്ചു കയറി 2-1 അവർ സെച്ചിയെ പരാജയപ്പെടുത്തിയത്. അവസാന നിമിഷം കളിക്കളത്തിലേക്ക് വന്ന ഫ്രാൻസിസ്കോ കോൺസിസാവോയാണ് പോർച്ചുഗലിന്റെ വിജയ ഗോൾ കണ്ടെത്തിയിരുന്നത്. ഈ കളിയിലെ പോർച്ചുഗീസ് താരങ്ങളുടെ പ്ലെയർ റേറ്റിംഗിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത്. പോർച്ചുഗലിന്റെ മൊത്തം പ്രകടനത്തിന്റെ റേറ്റിംഗ് 7.11, സെച്ചിയുടെ മൊത്തം പ്രകടനത്തിന്റെ റേറ്റിംഗ് 6.64. ഇനി പോർച്ചുഗലിന്റെ ഓരോ താരങ്ങളുടെയും റേറ്റിംഗിലേക്ക് പോകാം. ഗോൾ കീപ്പർ ഡിയേഗോ കോസ്റ്റ 6.2, ഡിഫൻസിൽ റൂബൻ ഡയസ് 7.3, പെപ്പെ 7.1, ന്യൂനോ മെൻഡസ് 7.3. ഇനി മുന്നോട്ട് കയറി കളിച്ച ഡിയേഗോ ഡാലോട്ടും ജാവോ കൺസേലയും. ഡാലോട്ടിന്റെ റേറ്റിംഗ് 6.8, ജാവോ കൺസേലയുടെ റേറ്റിംഗ് 7.5. മധേരയിലേക്ക് വരുമ്പോൾ വിറ്റീഞ്ഞ മികച്ച പ്രകടനം നടത്തി, അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 8. ബ്രൂണോ ഫെർണാണ്ടസിന്റെ പ്രകടനത്തിലുള്ള റേറ്റിംഗ് 7.5. മുന്നേറ്റത്തിൽ ബെർണാഡോ സിൽവ 7.4, റാഫേൽ ലിയാവോ 6.4, ക്രിസ്ത്യാനോ റൊണാൾഡോ 7.1. ക്രിസ്ത്യാനോയുടെ മൊത്തം പ്രകടനത്തിന്റെ കണക്കുകൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം 90 മിനിറ്റ് കളിച്ചു, ഗോളില്ല, അസിസ്റ്റ് ഇല്ല, 3 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിലേക്ക്, 1 ഷോട്ട് ഓഫ് ടാർഗറ്റ്, 1 ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു, 1 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് നടത്തി സക്സസ്ഫുൾ ആയില്ല, 1 ബിഗ് ചാൻസ് അദ്ദേഹം മിസ് ചെയ്തു. പക്ഷെ 32 ടച്ചുകൾ, അദ്ദേഹത്തിന്റെ പാസിംഗ് ആക്യുറസി 100%. 22 പാസുകൾ കൊടുത്ത് 22 ലക്ഷ്യത്തിൽ 2 കീ പാസുകൾ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. 1 ക്രോസ്, 1 ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. 1 ഗ്രൗണ്ട് ഡ്യുവൽ, പക്ഷെ അത് വിൻ ചെയ്തില്ല. 4 ഏരിയൽ ഡ്യുവൽസിൽ 1 വിൻ ചെയ്തു. 4 തവണ പൊസിഷൻ ലോസ്റ്റ് ആയി. ഇതൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു പ്രകടനത്തിന്റെ കണക്ക്. പോർച്ചുഗലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ ഗോൺസാലോ ഇനാസിയോ 6.8, ഡിയേഗോ ജോട്ട 6.6, നെൽസൺ സെമെഡോ വന്നെങ്കിലും കളിയുടെ അവസാന മിനിറ്റിലാണ് കൺസേലോക്ക് പകരം അദ്ദേഹം എത്തുന്നത്, അദ്ദേഹത്തിന് റേറ്റിംഗ് കൊടുക്കുന്നില്ല. ഫ്രാൻസിസ്കോ കോൺസിസാവോ അദ്ദേഹം അവസാനമാണ് വന്നത്, പക്ഷേ കളിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കി, ഗോൾ നേടി. വിറ്റിഞ്ഞയ്ക്ക് പകരമായിരുന്നു അദ്ദേഹം എത്തിയത്, അദ്ദേഹത്തിന് റേറ്റിംഗ് 7.6. പെഡ്രോ നെറ്റോയും അവസാനം വന്നു, അദ്ദേഹത്തിന് റേറ്റിംഗ് കൊടുക്കുന്നില്ല. എന്തായാലും പോർച്ചുഗൽ ഇതാ വിജയത്തുടക്കം തന്നെ കുറിച്ചിരിക്കുകയാണ്. വരുന്ന മത്സരത്തിലെ അവരിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം തുർക്കിക്കെതിരെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഗ്രൂപ്പില് ഒരു കളിയിൽ നിന്ന് 3 പോയിന്റുകൾ തുർക്കിയും പോർച്ചുഗലും നേടിയിരിക്കുന്നു. 1 പോയിന്റ് കൂടി ലഭിച്ചാൽ പോലും ഒരു പക്ഷേ അവരടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.